വയനാട് വെള്ളാർമല വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. 6 ചൂരൽമല സ്വദേശികൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് പോലീസ് നടപടി? അനുജ, ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇന്നലെയാണ് ഈ ചൂരൽമല പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉണ്ടായത്. അതായത് പുഴ കുത്തനെ കുത്തിയൊലിച്ചൊഴുകുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ആശങ്ക ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് പലർക്കും ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടന്നത്. ഇതിനിടയിലാണ് വില്ലേജ് ഓഫീസർ ഇവിടേക്ക് വന്നത്. ആ വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരാതി. മാത്രമല്ല, വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു, ഔദ്യോഗിക വാഹനം തടഞ്ഞു, അത് ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തി തുടങ്ങിയ വിഷയങ്ങളൊന്നിയാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 6 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. വഴി തടഞ്ഞു, മർദ്ദനം, അതോടൊപ്പം തന്നെ വാഹനം നശിപ്പിച്ചു ഇതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നാട്ടുകാർക്ക് ഈ കേസെടുത്ത നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. നേരത്തെ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ ബെയിലി പാലത്തിൻ്റെ താഴ്ഭാഗം അത് തകർന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് വേലിപ്പാലത്തിൻ്റെ താഴ്ഭാഗത്ത് ഗാബിയോൺ ഭിത്തിയിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല 3 ഇടത്ത് ഈ ഗാബിയോൺ ഭിത്തിക്ക്, സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടാകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇതാ നടപടി ഉണ്ടായിരിക്കുന്നു. ഇവിടെ നടക്കുന്നത് പാലത്തിൻ്റെ ആ ഗാബിയോൺ ഭിത്തി ശക്തിപ്പെടുത്തുന്ന നടപടിയാണ് കാണാൻ കഴിയുന്നത്. 3 JCBകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതാനും ദിവസമായിട്ടേ ഉള്ളൂ ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞത്. അതായത് ഈ ഭിത്തി നിർമ്മാണം ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉറച്ചിരുന്നില്ല. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ, കുത്തൊഴുക്കിൽ അത് വെള്ളം ഒലിച്ചു പോവുകയും ഗാബിയോൺ ഭിത്തിയുടെ ഭാഗം അത് പൂർണ്ണമായും അത് വെള്ളം അതിൻ്റെ താഴെ നിന്ന് ഒലിച്ചു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ബെയിലിപ്പാലം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ബേസ്മെൻറ്റ് ഉറപ്പിച്ച സ്ഥലത്തു നിന്ന് വരെ മണ്ണും പാറയും എല്ലാം തന്നെ ഒലിച്ചു പോയൊരവസ്ഥയുണ്ട്. അവിടെ എല്ലാം തന്നെ മണ്ണ് എത്തിച്ച്, പാറകൾ എത്തിച്ച് അത് ഫില്ല് ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ ആ നടപടിയിലേക്ക് ഇവർ കടന്നു, PWD കടന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വാർത്ത വന്നു, അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ ഉറപ്പിക്കുന്ന നടപടിയിലേക്ക് വേഗം തന്നെ JCBകൾ എത്തിച്ച ആ നടപടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴയാണ്, കനത്ത മഴയാണ് ഇപ്പോൾ പ്രവൃത്തികൾക്കെല്ലാം തന്നെ വിഘാതമായി നിൽക്കുന്നൊരു സാഹചര്യം. എങ്കിലും ആ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ആ നടപടി ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 3 JCBകൾ എത്തിച്ചിട്ടുണ്ട്, ഒരു വലിയ ഹിറ്റാച്ചി എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളോടു കൂടി തന്നെ ഈ പുഴ പഴയ രീതിയിൽ, ബെയിലിപ്പാലത്തിൻ്റെ താഴ്ഭാഗം പഴയ രീതിയിലാക്കുന്ന ആ ഒരു നടപടി ഇവിടെ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുജ, ശരി. വയനാട്ടിൽ കനത്ത മഴയാണ്. അവിടെ ബെയിലിപ്പാലത്തിന് സംരക്ഷണ ഭിത്തി അത് ഉറപ്പുവരുത്തുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് സുർജിത്ത് നൽകിയത്. ഒപ്പം തന്നെ വയനാട് വെള്ളാർമല വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തുവെന്ന വാർത്ത കൂടി സുർജിത്ത് അറിയിക്കുന്നു.